അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ആണ്, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നൊരു ചിന്തയായിരുന്നു. എൻ്റെ പേര് ചൊല്ലി വിളിക്കും, ചിലപ്പോൾ വിരട്ടും. ശരിക്കും എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ഞാൻ തന്നെ ഇതാരാണെന്ന് അന്വേഷിച്ച് ഒരു യാത്രയുണ്ടായിരുന്നു. ഇതെന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് ശക്തിയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കാണുന്നത് ഇവിടുത്തെ ഈ ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് കിട്ടും. അപ്പം ഇതൊന്നും അല്ലാതെ പിന്നെ എവിടെ ഏത് ദൈവം? കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ഭഗവത്ഗീതയിൽ, ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം അനേകമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുജോ രാജനാണ്. അദ്ദേഹം ആത്മീയതയുടെ ലോകത്ത് സ്വന്തമായൊരു വഴി വെട്ടിത്തുറന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാറിൻ്റെ ചാനൽ നോക്കിയപ്പോഴേ എല്ലാം പുതിയ ചിന്തകളും പുതിയ രീതിയിലുള്ളൊരു ബോധന രീതിയുമാണ് അങ്ങ് പിന്തുടരുന്നത്. പ്രത്യേകിച്ച് ആത്മീയതയുടെ തലത്തിൽ വളരെ വ്യത്യസ്തമായ ചില ചിന്തകളാണ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങക്ക് ഈ ചിന്തകളിലേക്ക് അങ്ങനെ നയിച്ച സാഹചര്യം എന്തായിരുന്നു? ഇത് ശരിക്കും ഇത് എൻ്റെ ചിന്തകൾ എന്ന് പറയാൻ പറ്റൂല. കാര്യം എൻ്റെ അതായത് ഒരു 3 വയസ്സ് 4 വയസ്സ് ഉള്ള സമയം മുതൽ എന്നെ ആരോ എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് പോലെ. റിയലി? അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ആണ്, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നൊരു ചിന്തയായിരുന്നു. എൻ്റെ പേര് ചൊല്ലി വിളിക്കും, ചിലപ്പോൾ വിരട്ടും. ശരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കും. അങ്ങനെ അത് വളരെ വലുതെ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഉദ്ദേശിക്കും പോലൊന്നും ആയിരിക്കില്ല. എൻ്റെ ഉള്ളിലൂടെ എന്ത് നടക്കും, എന്ത് ചെയ്യണം എന്ന് എന്ത് കിട്ടുന്നു അതേ എനിക്ക് നടക്കുന്നുള്ളൂ. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ ഇതാരാണെന്ന് അന്വേഷിച്ച് ഒരു യാത്രയുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പോയി. അതിനുശേഷമാണ് ഞാൻ ഈ അമ്പലങ്ങളിലും പിന്നെ അവിടെ നിന്ന് പള്ളി, ഒരു മുസ്ലിം പള്ളി, ഇങ്ങനെയൊക്കെ ഞാൻ പോയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് എന്നോട് സംസാരിക്കുന്ന ആരാണെന്ന് അന്വേഷിച്ച് അവസാനം ഇത് ശരിക്കും ഈ പ്രകൃതി ആകുന്ന ഒരു ദൈവം ശക്തി, അതാണ് എന്നിലൂടെ ഇങ്ങനെ ഇൻഫർമേഷൻസ് തരുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ എത്ര വയസ്സിലായിരുന്നു തിരിച്ചറിവ് വന്നിട്ട് ഒരു 30 വയസ്സ്. 30 വയസ്സ്? 27, 28, 30 ആ ഒരു സമയത്തൊക്കെയാണ് ആ ഒരു തിരിച്ചറിവ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം കാണിച്ചു തരും. പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. അത് ഇന്ന സമയം മാറും എന്ന് കാണിച്ചു തരും. അപ്പോൾ എനിക്ക് സംശയം, ഇത് പിന്നെ എന്തിനാ ഇത് വരുന്നു? ആദ്യമേ വരാതിരുന്നാൽ പോരെ? ഇന്ന പ്രശ്നം വരുമെന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ ഇന്ന ദിവസം മാറുമെന്ന് പറഞ്ഞു തരുമ്പോൾ അതിനെക്കാട്ടി വരാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശക്തി ഇല്ലേ ഈ എന്നോട് ഇടപെടുന്ന ദൈവത്തിൽ എന്നൊക്കെ സംശയങ്ങൾ വന്ന് പിന്നെയാണ് ശരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ തുടങ്ങിയത്. അങ്ങനെ ചോദിച്ചെടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു 1.5 വർഷമൊക്കെ ആവുള്ളൂ എൻ്റെ അടുത്ത് ഈ ബാക്കി ജനങ്ങളെയൊക്കെ ഇത് അറിയിക്കുക എന്നും പറഞ്ഞ് അറിയിക്കുന്നതാണ് ഈ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഉള്ള എൻ്റെ പുതിയ ചിന്തയെന്ന് നിങ്ങൾ പറയുന്നത്. ശരിക്കും ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലും എൻ്റെ സംശയങ്ങളും ഞാൻ എന്നോട് ഇടപെടുന്ന ആ ശക്തിയോടുകൂടി ചോദിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നതും എൻ്റെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെതായിട്ടുള്ള ചിന്തയല്ല ഇത്. മനുഷ്യൻ ആരാധിച്ചു തുടങ്ങിയ സമയത്ത് എല്ലാം ഈ പ്രകൃതി ശക്തികളാണ് നമ്മൾ ആരാധിച്ചു തുടങ്ങിയത്. അതായത് ഇടിമിന്നൽ, മഴ, കാറ്റ്, അതുപോലെ ഉള്ള പ്രകൃതി ശക്തികളെ ആരാധിച്ചു തുടങ്ങിയിട്ട് വളരെ റീസെൻ്റ്ലി ഒരു 4000 വർഷത്തോടെ ആയിട്ടുള്ള നമ്മൾ മറ്റു മതങ്ങളിലേക്ക് പോയത്. ഹിന്ദു മതം ഇപ്പോൾ 2000 വർഷമായിട്ട് ഉള്ള ക്രിസ്തു മതം, ഒരു 1400 ചില്ലാനം വർഷമുള്ള ഇസ്ലാം മതം. അങ്ങനെ മതങ്ങൾ വന്നിട്ടുള്ള കാലഘട്ടത്തിന് മുമ്പേ നമുക്ക് പ്രകൃതി ശക്തികളെ ആരാധിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ഈ കാഴ്ചപ്പാടിൽ ഈ പ്രകൃതിയിലൂടെയാണ് അങ്ങക്ക് ഈ വെളിപാട് കിട്ടിയെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഈ മതങ്ങൾ, ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ഈ മതാതീതമായിട്ടുള്ള ആത്മീയതയിലാണ് അങ്ങ് വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതത്തിന് അതീതമായിട്ടുള്ള ഒരു ആത്മീയതയിലാണ് അങ്ങ് വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ അങ്ങയുടേതായ ദൈവസങ്കല്പം എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദമാക്കാം. അതായത് ഞാൻ ഈ അനുഭവം കിട്ടി തുടങ്ങുമ്പോൾ ഇതെന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് ശക്തിയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കാണുന്നത് ഈ അമ്പലങ്ങളിലുള്ള ശക്തികളും. അപ്പം ഞാൻ അവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ഈ ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് കിട്ടും. എങ്ങനെ ചോദിക്കുക? മനസ്സിൽ തന്നെ. ഞാൻ ഉള്ളിൽ ദൈവം ഇതാണോ എന്നോട് സംസാരിക്കുന്ന ദൈവം എന്നിട്ട് ഉള്ളിൽ ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ അല്ല, നീ ഇനി എന്നെ അന്വേഷിക്കുക എന്ന് കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത വേറെ സ്ഥലത്ത് പോയി ദേവിയാണോ അവരെ ഇങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ചോദിക്കും അല്ല നീ ഇനി എന്നെ അന്വേഷിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പെന്തക്കോസ്റ്റിൽ ഇടയ്ക്ക് പോയി, പിന്നെ മുസ്ലിംസിൻ്റെ കൂടെ അവരെ കൂടെ മറ്റേ ഈ ഉസ്താദന്മാരുടെ ഒക്കെ ചില പരിപാടികളുണ്ട്. എന്തോ പറയുമല്ലോ ജമാഅത്ത്. അങ്ങനെ ആ ഒരു ടീമിൻ്റെ കൂടെയൊക്കെ ഞാൻ കുറച്ച് 5 ദിവസമൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴും ഉള്ളിൽ പറയും ഇനി നീ എന്നെ അന്വേഷിക്കണം.
അപ്പം ഇതൊന്നും അല്ലാതെ പിന്നെ എവിടെ ഏത് ദൈവം എന്ന് ഞാൻ പിന്നെ ഇതെല്ലാം നിർത്തിയിട്ട് എല്ലാം മതിയാക്കിയിട്ട് ശരിക്കും ഇത് ഏതാണ് ദൈവം എന്ന് ചോദിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത് ഈ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്, പ്രകൃതി മൊത്തം പ്രപഞ്ചം മൊത്തം സൃഷ്ടിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. അതാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അല്ല അതിന് രൂപമോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെയൊക്കെ ആത്മാവില്ലേ, അതൊരു മനസ്സാണ്, ഉപബോധ മനസ്സാണ് നമ്മുടെ ആത്മാവിൻ്റെ മനസ്സ്. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എവിടെ നിന്നാണോ നമ്മുടെ ആത്മാവ് വന്നേക്കുന്നത്, ആ അൾട്ടിമേറ്റ് സാധനമാണ് ഈ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനസ്സ്. ഈ മനസ്സാണ് എന്നിൻ്റെ അടുത്ത് ഇടപെടുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മാത്രമല്ല, മൃഗങ്ങളോടും ബാക്കി സകല മനുഷ്യരോടും ഒക്കെ ഇതേപോലെ ഇടപെടുന്നുണ്ട്. പക്ഷെ ഇത് ആരും തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ആൾക്കാർക്ക്, ചില ആൾക്കാർ നല്ല പ്രവൃത്തി ചെയ്യുന്നു, അവരെപ്പം പോലെ കഷ്ടപ്പാടിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചില പാവപ്പെട്ട ആൾക്കാരുണ്ട് മതത്തിന്റെ ആശയം പറഞ്ഞില്ല. അങ്ങനെ ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് അവനിലൂടെ അനേക തലമുറകൾ വരുമ്പോൾ ഈ മനുഷ്യനിലൂടെ അവന്റെ ആത്മാവ് എന്ന ദൈവത്തിൽ നിന്ന് ഒരു അല്പമായി വരുന്ന ആത്മാവ് മറ്റ് ചെറിയ ചെറിയ ജീവികളിലൂടെ ഇട്ട് പഠിപ്പിച്ച് മനസ്സാണ് പഠിപ്പിക്കുന്നത്. പല ജന്മങ്ങളിലിട്ട് പഠിപ്പിച്ച് സ്വതന്ത്രമായ ഒരു വ്യക്തി, ഒരു ജീവിയിലേക്ക് ഇട്ടതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാം ഒരു ചിട്ട തലച്ചോറിൽ അങ്ങനെ ഒരു തത്വം ചിട്ടയായിട്ട് വെച്ചാണ് ജനിപ്പിക്കുന്നത്. മനുഷ്യന് മാത്രം സ്വതന്ത്രമായിട്ട് വിടും. എന്നിട്ട് ഇത്രയും നാളും പഠിച്ച വാസന വെച്ച് അവൻ സ്വന്തമായി അന്വേഷിച്ച് അവൻ ഇതെന്താണ് ഏതാണെന്ന് പൂർത്തീകരിച്ചെടുക്കുമ്പോഴാണ് അവൻ്റെ ജന്മം തീരണത്. അങ്ങ് പറയുന്നത് ഇതിന്റെ ക്രിയേഷൻ തന്നെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്താൽ തന്നെ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ആ മനസ്സെന്ന് പറഞ്ഞല്ലോ, ആ മനസ്സിന്റെ ഒരു ചെറിയൊരു മനസ്സിനെ എടുത്താണ് ഒരു അണുവിലൂടെ തുടങ്ങുകയാണ്. ആ അണുവിലൂടെ ആ മനസ്സ് ചിലത് പഠിക്കും. എന്നിട്ട് കുറച്ചുകൂടെ വലിയ ജീവിയിലിടും, മരത്തിലിടും, മീനിലിടും, പക്ഷികളിലിടും, മൃഗങ്ങളിലിടും. ഇങ്ങനെ ഇട്ടിട്ട് സകലമാന കാര്യങ്ങളും പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിയിലുള്ള രീതികൾ എന്താണ്, ഇതെല്ലാം അവിടെ പഠിപ്പിക്കും. ആ ഒരു മനസ്സാണ് പഠിപ്പിക്കുന്നത്. പ്രകൃതിയാകുന്ന മനസ്സ് ഈ മനസ്സിനെ, ആ പ്രകൃതിയുടെ മനസ്സിനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പരിപാലനം വരും, നശീകരണം പഠിപ്പിക്കും, പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ സകല കാര്യങ്ങളും പഠിപ്പിച്ച് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവിയിലേക്ക് ഇടുമ്പോൾ സ്വതന്ത്രമായിട്ടിടും. ഇത്രയും നാളും പഠിച്ചത് അവൻ്റെ ഉള്ളിൽ വാസനയായിട്ട് കിടക്കുകയും ചെയ്യും. അവൻ അത് വെച്ച് എന്താണ് ഇത്രയും നാൾ, ഇതൊക്കെ എന്താണ്, എന്തിനാണ് ഞാൻ ജനിച്ചത്, ഞാൻ ആരാണ് എന്നൊക്കെ അവൻ സ്വതന്ത്രമായി കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദൈവം പല ഗുരുക്കന്മാരെ ഓരോ കാലഘട്ടത്തിൽ, അത് ആദ്യം തിരിച്ചറിയുന്ന വ്യക്തികളെ ഗുരുവായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തിട്ട് അറിവില്ലാത്തവരെ പഠിപ്പിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കും. ഈ വരുന്ന ഗുരുക്കന്മാരുടെ ശിഷ്യരാണ് ഈ മതം ഇങ്ങനെ ഉണ്ടാക്കി വരണത്. അല്ല ദൈവം മതം ഉണ്ടാക്കി വെക്കണേ അല്ല ഇത്. ഓരോ കാലഘട്ടത്തും ആദ്യം ഈ സത്യം തിരിച്ചറിഞ്ഞ് വരുന്ന, സ്വതന്ത്രമായി അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് വരുന്ന വ്യക്തികളിലൂടെ ദൈവം ബാക്കി ഇൻഫർമേഷൻസ് കൊടുക്കുകയും ആ പ്രകൃതിയാകുന്ന ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുകയും ചെയ്യുന്ന വ്യക്തികൾ ഗുരുവായി മാറും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഗുരുവായിട്ട് നിൽപ്പുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫോളോ ഉണ്ട്. അപ്പം എൻ്റെ പിറകെ വരുന്ന ഒരു 500 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ സിദ്ധാന്തത്തിലൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു മതം ഉണ്ടാക്കിയാൽ അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അങ്ങനെ വരുമ്പോഴേ പ്രകൃതിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ എല്ലാ മതങ്ങളും പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണ്ടേ? പക്ഷെ ചിലപ്പം വ്യത്യാസമുണ്ടല്ലോ, പല മതങ്ങളിലും പറയുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ടല്ലോ. ഓരോ കാലഘട്ടത്തും അല്ലേ മതം വന്നേക്കണത്. ആദ്യ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന പഠിപ്പീരും ആ പഠിപ്പിക്കലിലൂടെ മനുഷ്യർ കറക്റ്റായി വരാത്തപ്പം അടുത്ത ഒരു വ്യക്തിയിലൂടെ ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് വ്യത്യാസം ഒന്നും, അതാണ് പറയണത്. കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ഭഗവത്ഗീതയിലെ, ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം അനേകമാണ്. അപ്പൊ ഈ മാർഗത്തിലൂടെ വരാൻ പറ്റാത്തവരെ ഏതെങ്കിലും ഒരു പുതിയൊരു ആ വ്യക്തിയിലൂടെ പുതിയൊരു മാർഗം, പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. അതും തെറ്റി ഇപ്പോൾ ഉദ്ദേശിക്കും പോലെ വരുന്നില്ലെങ്കിൽ അടുത്തൊരു രീതിയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് വ്യത്യസ്തമായ ഇത് കാഴ്ചപ്പാട് പറഞ്ഞത്. ഒരേ കാഴ്ചപ്പാടിൽ പറ്റണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈന്ദവത്തിന്റെ രീതി തന്നെ പല രീതിയുണ്ട്. നമ്മളെ സനാതന ധർമ്മം, ഈ എവിടെയാ സനാതന ധർമ്മം ഇല്ലല്ലോ ഇപ്പം. അപ്പോൾ ധർമ്മം തെറ്റിയെടുത്ത് ശരിക്കും ചില വ്യക്തികളിലൂടെ അപ്ഡേഷൻ കൊണ്ടുവരും. ഇനി നീ ധർമ്മം പാലിച്ചാൽ മതി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ട, ഭക്തി വേണ്ട, നീ ധർമ്മം പാലിച്ചാൽ മതി. അപ്പം ധർമ്മവും പാലിക്കണില്ല, എന്നാൽ ധർമ്മം പാലിക്കാത്തതിന് കർശന ശിക്ഷ, അടുത്തത് നിയമം. ഇങ്ങനെ ഓരോ വ്യക്തികളിലൂടെ ഓരോ കാലഘട്ടത്താണ് ഈ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം അപ്ഡേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഇസ്ലാം മതം. അതായത് നിങ്ങൾ ഒരു ധർമ്മവും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഇന്ന കാര്യങ്ങൾ കർശനമായിട്ട് അങ്ങ് പറയും, കർശനമായിട്ട് അനുസരിച്ചോളണം, ഇല്ലെങ്കിൽ ശിക്ഷ. കാര്യം അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയും ഒരു വ്യക്തിയും നന്നായി വരുന്നില്ല. കാലാകാലങ്ങളിൽ പൗരോഹിത്യം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ശിക്ഷാവിധികളുണ്ടല്ലോ. മീൻസ് ഇപ്പൊ ഈ ശിക്ഷ എന്നങ്ങ് പറഞ്ഞല്ലോ, അതായത്
പൗരോഹിത്യത്തിന്റെ ഒരു ടൂളാണ് നമ്മുടെ ജനങ്ങളെ. ഇപ്പം നമ്മൾ ഇസ്ലാം എന്നിട്ട് ദൈവം ഈ പ്രകൃതി എന്ത് ചെയ്യും? ചില ആത്മാക്കൾ മര്യാദയ്ക്ക് നന്നാവില്ല. ചില ആത്മാക്കൾക്ക് 2 ശിക്ഷ കിട്ടിയാൽ, ഇപ്പം നമുക്ക് 5 മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ തലയിരിഞ്ഞവനായിരിക്കും, നമ്മളെ മോനല്ലേ, അവൻ 2 അടി കൊടുത്താലേ അവൻ അനുസരിക്കുള്ളൂ. നന്നാവുള്ളെങ്കിൽ അവൻ അടി കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ ഒരു മോൻ നല്ല പഠിക്കും, നല്ല കഴിവുള്ളവനാണ്, അച്ഛനെ ആത്മാർത്ഥത്തോടെ സഹായിക്കണനാണെങ്കിൽ നമ്മൾ അടിച്ച് നന്നാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഈ മകനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പം ആത്മാക്കൾക്ക് പല സ്വഭാവങ്ങളാണ്. അപ്പോൾ ദൈവം ഈ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്ന വ്യക്തി തന്നെയാണ് ഒരു ഉണ്ട്. ശിക്ഷാ നടപടി ദൈവം എന്ന് പറയുമ്പോഴേ ഇപ്പം ഹൈന്ദവത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനസ്സാണ്. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തെ ബ്രഹ്മാവെ എന്ന് വിളിക്കാം. ദൈവം ശിക്ഷിച്ച് നശിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിനെ ശിവൻ എന്ന് വിളിക്കാം. പരിപാലിച്ചുകൊണ്ടും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തും പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷ്ണുവായിട്ട് നമുക്ക് വിളിക്കാം. അല്ലാതെ അത് മൂന്ന് ദൈവങ്ങളല്ല. അല്ലല്ല. ദൈവത്തിന്റെ ഓരോ ഭാവങ്ങളും ഓരോ സ്വഭാവത്തെയും പണ്ടുള്ള ആചാര്യന്മാര് ശിഷ്യന്മാർക്ക് ഭാവനാരൂപേണ വരച്ച് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ ഈ കാണുന്ന ദൈവങ്ങളായി മാറിയത്. അപ്പൊ നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ ഓരോ കാലഘട്ടത്ത് ഓരോരോ ഗുരുക്കന്മാർ അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് കിട്ടിയ ദർശനങ്ങൾ, അവർ പഠിപ്പിച്ചത് പിന്നീട് എഴുതി വെച്ചതാണ് ഈ ഗ്രന്ഥങ്ങൾ. പക്ഷെ ഈ പേരും പറഞ്ഞുകൊണ്ട് കച്ചവടവും ജനങ്ങളെ ഭീഷണിയും അവരെ ചൂഷണം ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നതെന്ന് ദൈവം പറഞ്ഞിട്ടല്ല. അത് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം അറിവ് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ.